ഇപ്രാവശ്യത്തെ നല്ല അടിപൊളി എവിഷനാണ്. ലക്ഷ്മിക്ക് 5 വോട്ടുണ്ട്, അതിലും നോറയും വന്നിട്ടുണ്ട്. ആരും മാത്രം വന്നിട്ടില്ല, ആരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇതിനു മുമ്പേ അഭിലാഷ് പുറത്തായ സമയത്ത് നമ്മുടെ ആദില വന്നിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ടായിരുന്നു. ഷാനവാസ് ചോദിക്കുന്നത് നീ പുറത്താവെന്ന് തോന്നിയിരുന്നു. ഞാനും അഭിലാഷും പുറത്താവെന്ന് തോന്നിയിരുന്നു. എന്നിട്ട് അഭിലാഷ് പുറത്തായി. അപ്പോൾ അതിൽ ചോദിക്കുന്നത് അടുത്ത വീക്ക് ഞാൻ പുറത്താവിക്കുവരാം. അപ്പോൾ ഷാനവാസ് പറഞ്ഞു അതിപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റും, നീ വൃത്തിക്ക് നിന്നാൽ നിനക്ക് കൊള്ളാമെന്ന് പറഞ്ഞു. അടുത്ത പ്രാവശ്യം പോയില്ലെങ്കിൽ ഞാൻ പറയാൻ പോയിട്ടില്ല എന്നുള്ളത്. ആക്ച്വലി ആദിൽ എപ്പോഴും ഡേഞ്ചർ സോണിൽ തന്നെയാണ്. നൂറയും ആദിലയും ഇപ്പോൾ എവിഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാതെ വെറുതെ ചിരിച്ചുകൊണ്ട് ലലര എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് അടിച്ച് വർത്താനം പറഞ്ഞ് നിൽക്കുന്ന സാബുമോൻ തന്നെ ഇവിടെ ഭയങ്കര ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സാബുമോന്റെ ചിരിൽ ആസിഫ് അലി വന്നിട്ട് തന്നെ സാബുമോനെ കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പം സാബുമോനേക്കാളും ഒക്കെ ഭയങ്കര ഡേഞ്ചർ സോണിലാണ് നമ്മുടെ ആദിൽ നിൽക്കുന്നത്. ഇവർ രണ്ടുപേരും വന്ന് ഏതെങ്കിലും ഒരാളെ ചവിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഡെഫിനറ്റ്ലി ബിഗ് ബോസ് ഇവർ രണ്ടുപേരെയും 100 ഡേയ്സ് ഒന്നും ടേക്കപ്പ് ചെയ്യാൻ പോകുന്നില്ല. അതിൽ കൂടുതലും ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ആദില തന്നെയാണ്. കാരണം അതിലൂടെ കുറച്ച് 3-4 വീക്സിലെ കുറച്ച് പ്രകടനങ്ങളും അനീഷിന്റെ പ്രൊവോക്കിങ്ങും ഒക്കെ ഭയങ്കര റൂഡായിരുന്നു. അപ്പോൾ ദർ ഇസ് എ ചാൻസ്. പിന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് ഇതില് ഇവർ പിരിഞ്ഞില്ലേന്ന്. അവർ ജീവിച്ചോട്ടെ, ഇത് കഴിഞ്ഞിട്ട് അവർക്ക് ജീവിതമുണ്ട്. എന്തിനാണ് ഒരു കുടുംബത്തിന് പിരിക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ലെറ്റ് ദം ലീവ് ദ ലൈഫ്. ഓക്കെ, പക്ഷെ ഈ എവിഷന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നേക്കുന്നതുകൊണ്ട് കൂടുതലും ആദില പുറത്താവാനാണ് ചാൻസ്. ഇവർ രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ ആദില പുറത്താവാനാണ് ചാൻസ് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. ബൈ.